24 ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന CPM-ലെ ആവശ്യം. മുൻ പ്രസിഡന്റിന്റെ അഴിമതി അന്വേഷിക്കണമെന്ന് സ്ഥാനമൊഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് CPM ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. ഇന്നലെ നടന്ന CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം മുൻ വൈസ് പ്രസിഡന്റ് തന്നെ ഉന്നയിച്ചത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിൽ വലിയ തോതിലുള്ള അഴിമതിയും തെറ്റായ പ്രവണതകളുമാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് ആസ്ഥാന കാര്യാലയത്തിൽ തന്നെ തെറ്റായ പല കാര്യങ്ങളും നടന്നു എന്ന ആക്ഷേപമാണ് അവിടെ ഉന്നയിച്ചത്. ഈ അഴിമതിയെപ്പറ്റി പാർട്ടിയുടെ ശ്രദ്ധയിൽ പലതവണ താൻ കൊണ്ടുവന്നിരുന്നുവെന്ന് മുൻ വൈസ് പ്രസിഡന്റ് യോഗത്തിൽ പറഞ്ഞു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ ഈ അഴിമതിയും മറ്റു തെറ്റായ പ്രവണതകളും. അതുകൊണ്ട് ഇതിനെതിരെ അന്വേഷണം വേണം, ശക്തമായ നടപടി വേണമെന്നാണ് വർക്കലയിൽ നിന്നുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ ജില്ലാ സെക്രട്ടറി വി ജോയ് MLA തയ്യാറായില്ല. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ പറ്റി താൻ ഇനിയൊന്നും പറയുന്നില്ല എന്നായിരുന്നു വി ജോയിയുടെ പ്രതികരണം. ജില്ലാ പഞ്ചായത്തിൽ തമ്മിലടി മൂലമാണ് ജില്ലാ പഞ്ചായത്തിലെ ചില ഡിവിഷനുകൾ തിരിച്ചടി ഉണ്ടായെന്ന വിമർശനം നേരത്തെ റിപ്പോർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാദമായ തുടർന്നാണ് ഇനിയൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാട് വി ജോയി എടുത്തത്. ഇന്നലെ നടന്ന CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. വെള്ളാപ്പള്ളിയുമായി കൂട്ടുചേർന്ന് ഇനി മുന്നോട്ട് പോയാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഒരു ഐക്യം ലക്ഷ്യമാക്കി ഈ സമത്വ മുന്നേറ്റ യാത്ര നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി വർഗീയ വിഭജനത്തിന് വിത്തുവാകിയതെന്ന ആക്ഷേപവും ഉയർന്നു. ഇത് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുചേർന്ന് പാർട്ടിയും നേതൃത്വവും മുന്നോട്ട് പോയാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നേതാക്കൾ നൽകി. അങ്ങനെ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്നലത്തെ യോഗത്തിൽ നടന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.